നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നോക്കൂ, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റും ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇതെല്ലാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ എന്ത് ഇഫക്റ്റാണുള്ളത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 എന്താണെന്ന് നോക്കാം. നോക്കൂ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ വന്ന് വീഴണം, ലൈറ്റ് റേഡിയേഷൻ. അപ്പോൾ ആ ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള ലൈറ്റാണ് ഈ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ ഇൻസിഡൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവില്ല, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. അപ്പോൾ ആ മിനിമം ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണെന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് ദ മിനിമം കട്ട് ഓഫ് ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് പോസിബിൾ ഹൗവർ ഇൻറ്റൻസ് ദ ബീം ഈസ്, അല്ലെങ്കിൽ റേഡിയേഷൻ ഈസ്. ആ വന്നു വീഴുന്ന ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷന് എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രീക്വൻസി ഒരു മിനിമം ഫ്രീക്വൻസിയിൽ താഴെയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ആ മിനിമം ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണെന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി μ0. ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി μ0നെ എച്ച് മായിട്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച്, ആ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റുമായിട്ട് ഗുണിച്ചാൽ h(μ0) ഇതാണ് വർക്ക് ഫങ്ഷൻ φ0. വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ ത്രഷോൾഡ് ഫ്രീക്വൻസിനെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? വർക്ക് ഫങ്ഷൻ എന്നായി. അപ്പോൾ വർക്ക് ഫങ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്റ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് കടത്താനുള്ള എമിറ്റ് അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള മിനിമം എനർജിയാണ് വർക്ക് ഫങ്ഷൻ, നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഫോട്ടോ ഇലക്ട്രിക് ലോസ്, 4 ഇമ്പോർട്ടൻ്റ് നിയമങ്ങളുണ്ട് ഫോട്ടോ ഇലക്ട്രിക് ലോസ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ലോസ് 4 ഉണ്ടായാലും ഒന്നാമത്തെ, ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആൻഡ് ഫോർ എ ഫിക്സ്ഡ് ഫ്രീക്വൻസി എബോവ് ത്രഷോൾഡ് ഫ്രീക്വൻസി the photoelectrons number of photoelectrons emitted per second or photoelectric current is directly proportional to intensity of incident radiation. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് I പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. അപ്പോൾ കീപ്പിംഗ് ഫ്രീക്വൻസി കോൺസ്റ്റൻറ്റ് എബോവ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ളൊരു ഫ്രീക്വൻസിയിൽ തന്നിരിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻറ്റൻസിറ്റിക്ക് നേരനുപാതത്തിലാണ്. ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ പ്രൊവൈഡഡ് the frequency is fixed above threshold frequency and for a given photosensitive material. രണ്ടാമത്തെ photoelectric law. For a given photosensitive material and for a fixed frequency, the saturation current is directly proportional to intensity of incident light, but the stopping potential is independent of intensity of light. അപ്പോൾ തന്നിരിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിന് തന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയിൽ, ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിൽ സാച്ചുറേഷൻ കറൻറ്റ് എന്താണ്? വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷനാണ്. അപ്പോൾ സാച്ചുറേഷൻ കറൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതിൽ 2 പാർട്ടുണ്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നോട്ട് പ്രൊപ്പോർഷണൽ ടു ഇൻഡിപെൻഡൻറ്റ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. മൂന്നാമത്തെ ലോ. ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ there exists a minimum cutoff frequency μ0 called threshold frequency
below which no photoelectric emission is possible however intense the beam അല്ലെങ്കിൽ റേഡിയേഷൻ ഈസ്. എത്ര ഇൻറ്റൻസിറ്റി ഉള്ള റേഡിയേഷൻ ആണെങ്കിലും ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ താഴെ, അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസി ν0 താഴെയുള്ള ഫ്രീക്വൻസിയുള്ള ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ വന്ന് തന്നിരിക്കുന്ന ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ വീണാലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവില്ല. ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ എന്ത് വീഴണം? തന്നിരിക്കുന്ന ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവണമെങ്കിൽ ആ വന്നു വീഴുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസി ν0 എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. അത് ഇൻറ്റൻസിറ്റിയെ ആശ്രയിക്കില്ല. എത്ര ഇൻറ്റൻസിറ്റി ഉള്ള ബീമായാലും കാര്യമില്ല. മനസ്സിലായി? എത്ര ഇൻറ്റൻസിറ്റി ഉള്ള ബീമായാലും കാര്യമില്ല. എന്താണ്? വന്നു വീഴുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ν0, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ നിന്ന് ഫോട്ടോ എമിഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എബവ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി the stopping potential or maximum kinetic energy of the emitted photoelectrons increases linearly with the frequency but does not depend on intensity of incident radiation. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസിയിലാണെങ്കിൽ വന്നു വീഴുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസി ആണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജി, ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ മാക്സിമം കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യും? ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജി, ഈ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജിയും കൂടും. അതായത് ഇത്രയേ ഉള്ളൂ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞല്ലോ V0. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജിയും ഇൻക്രീസസ് ലീനിയർലി വിത്ത് എന്ത്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇൻറ്റൻസിറ്റി ആശ്രയിക്കില്ല. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസും ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കണ്ടു ലീനിയർ സ്ട്രെയിറ്റ് ലൈനിൽ, അപ്പോൾ ലീനിയറായിട്ട് കൂടും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസും കൂടും. പക്ഷേ ഇൻറ്റൻസിറ്റി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നാലാമത്തെ ലോ. Photoelectric emission is an instantaneous phenomenon without any time lag. അതായത് ലൈറ്റ് വന്ന് വീഴുക, ഉടനെ തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. അവിടെ സമയത്തിന് ഇതില്ല, ഇൻസ്റ്റൻറ്റേനിയസ്. ലൈറ്റ് വന്ന് വീഴുന്ന അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ഇതാണ് 4 ലോസ്. അപ്പോൾ 4 ലോസ് ഞാൻ ചുരുക്കി ഒന്നും കൂടെ പറയാം. For a given photosensitive material and for a fixed frequency above threshold frequency, the photoelectric current is directly proportional to intensity of incident radiation but does not depend on frequency of light. തന്നിരിക്കുന്ന ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിനെ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലാവുകയും വേണം. അപ്പോൾ തന്നിരിക്കുന്ന ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിനെ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷന് നേരിട്ടുള്ള അനുപാതത്തിലാണ്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഇനി രണ്ടാമത്തെ ലോ. For a given photosensitive material and for a given frequency, the saturation current is directly proportional to intensity of incident radiation and stopping potential does not depend on intensity of incident radiation. തന്നിരിക്കുന്ന ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിനെ ഫിക്സഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലാണെങ്കിൽ എന്താണ്? സാച്ചുറേഷൻ കറൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ അനുപാതത്തിലാണ്, വന്നു വീഴുന്ന ലൈറ്റിൻ്റെ തീവ്രതയ്ക്ക് അനുപാതത്തിലാണ്. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ ആശ്രയിക്കില്ല. ഇനി മൂന്നാമത്തെ ലോ എന്താണ്?
ഫോർ എ ഗിവൺ ഓരോ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിക്ക് താഴെയാണ് വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ആ ഫ്രീക്വൻസിക്ക് ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 എന്ന് പറയും. അപ്പോൾ ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ there exists a minimum cutoff frequency called threshold frequency μ0 below which no photoelectric effect is possible however intense the light beam is. എത്രത്തോണ്ട് ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ബീമാണ് റേഡിയേഷൻ ആണെങ്കിലും വന്നു വീഴുന്ന റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മീതെ ഉണ്ടെങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവുള്ളൂ. ആ ഫ്രീക്വൻസിക്ക് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. അതുമാത്രമല്ല സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജി ആ എമിറ്റ് ചെയ്യുന്ന ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് increases linearly with frequency of incident radiation but does not depend on intensity. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫോട്ടോ ഇലക്ട്രോണുകളുടെ മാക്സിമം കൈനറ്റിക് എനർജിയും വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൂടും. പക്ഷേ ഇൻറ്റൻസിറ്റിക്ക് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും മാക്സിമം കൈനറ്റിക് എനർജിയിലും യാതൊരു ഇഫക്റ്റും ഇല്ല. ഇനി നാലാമത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ. ദർ ഇസ് നോ ടൈം ലാഗ്. സമയവ്യത്യാസമില്ല. റേഡിയേഷൻ വന്ന് വീഴലും ഇലക്ട്രോൺസ് തെറിക്കലും ഒരുമിച്ചാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ഫിനോമിനൻ പ്രതിഭാസമാണ്. മനസ്സിലായി? ക്വിക്ക് പെട്ടെന്ന് നടക്കുന്ന പ്രതിഭാസമാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഇതാണ് 4 ലോസ്. ഫോട്ടോ ഇലക്ട്രിക് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതത്രയും മനസ്സിലായിരുന്നു. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.